കുറെ നേരം ആയല്ലോ കാശിന് കണക്കൂട്ടാൻ തുടങ്ങിയിട്ട്. ഈ കാശിന് മുഴുവൻ ഫുള്ള് വാങ്ങിയാൽ എന്ന് അടിച്ചു തീർക്കാൻ പറ്റുമെന്ന് ആലോചിക്കായിരുന്നു. അതെ, ഇത് മണ്ണിൽ അധ്വാനിച്ചുണ്ടാക്കിയ കാശാ. നിനക്ക് വെള്ളം അടിച്ച് വാള് വെച്ച് തീർക്കാനുള്ള മുതലല്ല. സൂക്ഷിച്ചു പിടിക്കട പൊട്ടാ, പല കള്ളന്മാരെ അടിച്ചോണ്ട് പോയണ്ടല്ലോ. എന്റെ കയ്യിൽ നിന്ന് കാശടിച്ച് മാറ്റാൻ പറ്റിയ ഒരു കള്ളനും ഇന്ന് ഇന്ത്യയിലില്ല. എണ്ണം വീണ്ടും തെറ്റിയത് എത്ര പ്രാവശ്യം നായിന്റെ മോനെ കഴുതേ ആളെന്തരം നോക്കാനാടാ എറിഞ്ഞു തൂറണത്? വെറുതെയാണോ നിന്നെ പോത്തേ പോത്തേ എന്ന് വിളിക്കുന്നത്? എന്താ പോത്തുകൾ തമ്മിലൊരു ശൃംഗാരം? വെറുതെ തൂറി നാശാക്കിയെന്ന്. എന്നാ പിന്നെ ആ പൈപ്പിന്റെ ചോട്ടി പോയി കഴിക്കൂടെ? ഓ അത് ബുദ്ധി. അതെ, ഈ ബാഗ് ഒന്ന് പിടിക്കൂ. താങ്ക്സ്. താങ്ക്സ് ഞാനല്ലേ പറയണ്ടേ? സൂക്ഷിച്ചോളണം ബാഗിനകത്ത്. കള്ളൻ കള്ളൻ കള്ളൻ! എന്റെ ബാഗ് തന്നിട്ട് പോകാൻ നിക്കട അവിടെ. എന്റെ ജീവനാണ് ആ ബാഗ്. അതിനെന്തെങ്കിലും സംഭവിച്ച നിന്നെ ഞാൻ വിടില്ലടോ. അനങ്ങിപ്പോ വീശിക്കളി ഞാൻ. ഒരു സോഡ. വടിവേലുവിനോട് അവന്റെ കളി. നീ ആര്? ജാക്കി ചാന? മേലാണെങ്കിൽ പണിയെടുത്ത് പരിചയമില്ലാത്ത നീ എങ്ങനെയാടാ കരാട്ടെ പഠിച്ചത്? കരാട്ടെ? എടാ, എന്റെ പൈന്റ് ഉപ്പി ഈ ബാഗിനകത്തായിരുന്നു. കാശ് പോയാൽ ഞാൻ സഹിക്കും. പക്ഷെ 1-ാം തീയതി ആയിട്ട് ഈ പൈന്റ് ഉപ്പി എങ്ങാനും പൊട്ടിയിരുന്നെങ്കിൽ ആ ശവത്തിനെ ഇന്ന് കൊന്നേനെ ഞാൻ. നിന്റെ കയ്യിലിരിക്കുന്ന ഈ ബാഗ് ഈ ഉള്ളം കയ്യിലേക്ക് വെച്ചില്ലെങ്കിൽ നിന്റെ ശരീരത്തിലെ ഓരോ കശേരികളും ഇവന്മാര് തല്ലി ഓടിക്കും. ഒന്നിച്ചിറങ്ങിയതായിരുന്നല്ലേ കോയമ്പത്തൂർ സെൻട്രൽ ജയിൽ വെച്ച് യുവമാരുടെ നടുപിടിച്ച് പിരുത്തല്ലേ? മനസ്സിലായില്ല? എല്ലാവരും വടിയും കുത്തിപ്പിടിച്ച് നിൽക്കുന്നു. തമാറ്റിക്കല്ലേ? എന്റെ പേര് നിനക്കറിയാം? എനിക്കറിയില്ല. വല്ല വലിയ പേരായി. ഞാൻ വടിവേലു. ഞാൻ വിചാരിച്ചാൽ നിങ്ങളെ ഒറ്റയടിക്ക് കൊന്ന് തള്ളാൻ പറ്റും. പക്ഷെ ഉയിര് പോയാലും ഞാൻ വിചാരിക്കില്ലടാ. കുട്ടാ, ഇനി എന്റെ ദേഹത്ത് ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ നോക്കേണ്ടത് നിന്റെ കടമയാണ്. അരുമയാർന്ന ജയിലു മക്കളെ, സിലമ്പാട്ടം ആരംഭിക്കണം. സന്ദേഹം വേണ്ട, ഞാൻ ഇങ്ങ ഇരിക്കും. ടൈം എടുത്ത് പണ്ണുങ്കോ. പണം തൂക്കിട്ട് വാ. ബാഗ് നിന്റെ കയ്യിരിക്കട്ടെ, ഞാൻ ജസ്റ്റ് ഒന്ന് വിശ്രമിക്കാം. ചുമ്മാ ചുറ്റി വിളയാടാമേ. ആദ്യടെ ഞാൻ പോയി ഒരു ടീ സാപ്പിട്ട് പറയാൻ. തലയിറങ്ങുന്നില്ലേ? അയ്യോ, എനിക്ക് വയ്യേ. അമ്മാ, അയ്യോ, അടിക്കരുത്. ബാഗ് എന്റെ കയ്യില്ല, അവന്റെ കയ്യില. ഒരു മിനിറ്റ്. എന്നാ ഇതല്ലേ വേണ്ടത്?
എഴുന്നേക്കടാ എഴുന്നേക്കടാ. ഇവനെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കടാ. അയ്യോ, നിങ്ങൾ വേണമെങ്കിൽ രണ്ടിടി കൂടുതൽ ഇടിച്ചോ, എന്നാൽ എന്നെ പോലീസിൽ ഏൽപ്പിക്കരുത്. മോഷണ കലയിൽ വീഴ്ച വരുത്തിയ കുറ്റത്തിന് അവർ പിടിച്ചിട്ട് ഉരുട്ടും. പോലീസും ഞങ്ങളും തമ്മിൽ 50-50 டீலிங்ஸா. ആണോ? இவன் இந்த மாதிரி பல தடவை நம்ம எல்லார் காசும் திருடிட்டு போயிருக்கான். ஆனா இந்த தடவை விடக்கூடாது. இவனை பிடிச்சு விசாரணை பண்ணி ஆகணும் പഞ്ചായത്തിൽ നിർത്തി. അയ്യോ, എന്നെ വെറുതെ വിടണം. എനിക്ക് പോരാറിഞ്ഞിരിക്കുന്നൊരു പെങ്ങളുണ്ട്. കാണാൻ കൊള്ളാവുന്നതാണെങ്കിൽ അവളെ ഞാൻ കെട്ടിക്കൊള്ളാടാ. ഡാ, നിന്റെ കരിനാക്കൊണ്ടൊന്നും പറയണ്ട. ഗുളികൻ എപ്പോഴാ വരുന്നതെന്ന് അറിഞ്ഞൂടാ, ബലിക്കും. അതെ, ഇവനൊരു ചാക്കി കെട്ടിയ വണ്ടിയിലോട്ടിട. அண்ணா, அந்த திருடன் தப்பிச்சோடுற, அவனை விடக்கூடாது. குடிங்கண்ணா. എടാ പൊട്ടാ, കള്ളം ചാടി പോയിന്ന്. കള്ളച്ചാരം പിടിക്കടാ അവനെ. കണ്ണയ മുറുകയ വാങ്ങടാ, ഇവനെ തൂക്കി പോടുറാ. മീനുകൾ അസ്ഥാനത്ത് കൊത്താതെ പാരുങ്ക. മണ്ടന്മാര് ചാക്ക് മാറിപ്പോയത് അറിഞ്ഞിട്ടില്ല. മറ്റേ ചാക്കിൽ ആരായിരിക്കും? എവിടെയായിരുന്നടാ? ഇത്രയും നേരം നിന്നെ കാണാതായപ്പോ ഞങ്ങളാകെ പേടിച്ചു പോയി. ചന്തേന്ന് പോരാൻ വൈകി. ദൈവം കാരണ. ഞാൻ കാരണമല്ല, എല്ലാം ഈ തെണ്ടി കാരണം. ഇതെന്താടാ ഈ ചാക്കിനകത്താരാ? കള്ളൻ. കള്ളനോ? അച്ഛ, ചന്തയിൽ പോണവരെ കാശ് അടിച്ചോണ്ട് പോണ ഒരുത്തിനെ പറ്റി കേട്ടിട്ടില്ലേ? അവനാണ് ഇവൻ. ഇവനെ നമുക്ക് കട്ടപ്പഞ്ചായത്ത് വിചാരണ ചെയ്ത് തൂക്കിക്കൊല്ലാം. മിണ്ടാതിരിടാ. എടാ, ആദ്യം ആ ചാക്കഴിച്ച് അയാളെ പുറത്തിറക്കി വിട്. ചത്തുപോയ സമാധാനം പറയേണ്ടി വരും. ചത്തുപോയി കഴിഞ്ഞാ പിന്നെ അയാളോട് എങ്ങനെയാ സമാധാനം പറയുന്നത്? ഇതെന്തോന്ന് വെള്ളം കുടിച്ച് ചേർത്തോ? അയ്യോ, തല മാറി. നമ്മുടെ അയ്യപ്പൻ നായരല്ലേ? എടാ പോവല്ലുണ്ട്. അച്ഛനെങ്ങനെ ഇയാളറിയാം? എടാ, ഇയാൾ നമ്മുടെ തറവാട്ടിലെ പഴയ കാര്യസ്ഥനായിരുന്നു, അയ്യപ്പൻ നായർ. അയ്യപ്പൻ നായർ ആരാ ചാക്കി കയറ്റിയത്? പുത്തേഴത്തുകാരാ. പുത്തേഴത്തുകാർ. രാജൻ കുഞ്ഞിന്റെ ഒളിച്ചോട്ടവും സരസ്വതിയുടെ ആത്മഹത്യയും നടന്ന അന്നു മുതൽ ഇന്നോളം കിഴക്കേടത്തുകാരും പുത്തേഴത്തുകാരും ബദ്ധശത്രുതയിലാണ്. മതിൽക്കെട്ടുകളില്ലാത്ത ഇരു വീടുകളുടെ മധ്യത്തിലായി മതില് വന്നു. കിഴക്കേടത്ത് പാടത്തേക്കുള്ള വെള്ളം പുത്തേഴത്തുകാര് അവരുടെ അതിർത്തിയിൽ വെച്ച് ബണ്ട് കെട്ടി അടച്ചു. കിഴക്കേടത്ത് ശബരി പോലീസും പുത്തേഴത്ത് ജയശങ്കർ വക്കീലുമായതോടെ ബണ്ടിന്റെ പേരിൽ പിന്നെ നിയമയുദ്ധങ്ങളായി. കോടതി വിധി അനുകൂലമായത് പുത്തേഴത്തുകാർക്ക്. അതോടെ കിഴക്കേടത്ത് ഭൂമി തരിശായി. അതൊക്കെ പോട്ടെ, ഇപ്പുറത്തെ പെൺകുട്ടിക്കൊരു ആലോചന വന്നാൽ അപ്പുറത്തുകാർ മുടക്കും തിരിച്ചും. ഇപ്പം തന്നെ രാജൻകുഞ്ഞിൻ്റെ പെങ്ങൾ സുമിത്രയുടെ മകൾക്കൊരാലോചന തെങ്കാശിന്ന. അതുമായി ബന്ധപ്പെട്ട് ചെറുക്കൻ്റെ വീട്ടിലേക്ക് വന്നതാ ഞാൻ. അത് മണത്തറിഞ്ഞ പുത്തെഴുത്തുകാർ വഴിയിൽ വെച്ചെന്നെ ഇവനെ ചാക്കി കിട്ടിയ കനാലി തളിയേക്ക്. നിങ്ങൾ കണ്ടെത്തിയില്ലായിരുന്നെങ്കിൽ ഞാൻ അവിടെ കിടന്ന് സത്യേനെ. അച്ഛനെന്താ ആലോചിക്കുന്നേ? ഏയ്, ഒന്നുമില്ല. ആ മനസ്സ് ഞാൻ പറയട്ടെ. അച്ഛൻ കാരണം പിരിഞ്ഞുപോയ ആ രണ്ട് കുടുംബങ്ങളും ഒന്നിക്കണം. എല്ലാവരും ഒരുമിച്ച് വീണ്ടും സ്നേഹത്തോടെ കഴിയണം, അല്ലേ? ഞാനൊന്ന് ശ്രമിച്ചാലോ അച്ഛ? നീയോ? എങ്ങനെ? അയ്യപ്പൻ നായർ പോകുമ്പോ ഞാനും കൂടെ പോവാം. എൻ്റെ പൊന്നുമോനെ, ഇനി ഞാനില്ല അങ്ങോട്ട്. എന്നെ കണ്ട അവർ തല്ലിക്കൊല്ലും. ഞാൻ ഈ രാജൻ കുഞ്ഞിൻ്റെ കൂടെ ഇവിടെ എങ്ങാനും നിന്നോളാം. എങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പോവാം. അവിടെ ചെന്നിട്ട് നീ ആരാണെന്ന് പറയും? അയ്യപ്പൻ നായർ പറഞ്ഞയച്ച പുതിയ കാര്യസ്ഥനാന്ന് പറയും. വിദ്യാഭ്യാസം കുറച്ച് കുറവാണെങ്കിലും കാർഷിക മേഖല എൻ്റെ കയ്യിൽ ഭദ്ര. എന്താ കുഞ്ഞെ, ഈ കുഞ്ഞിനെ പഠിപ്പിച്ചില്ലേ? അത് പണ്ട് എനിക്കൊരു ആക്സിഡന്റ് ഉണ്ടായപ്പോ ഈ കുടുംബത്തിന്റെ ചുമതല മുഴുവൻ ഇവന്റെ തലയിലായി. ഇപ്പൊ ഈ കാണുന്ന ശരീരവും ആരോഗ്യമൊക്കെ എന്റെ മോന്റെ പുണ്യ. അപ്പോ ഞാൻ രാവിലെ തന്നെ പുറപ്പെടാം. അത് വേണോ? കുഞ്ഞാരാണെന്ന് പറഞ്ഞാൽ തലപോണ കേസാ. ആ വക കേസൊക്കെ എനിക്ക് വലിയ ഇഷ്ടമാണ്. ഒരു കാര്യം അയ്യപ്പൻ നായർ മറക്കാതെ ചെയ്യണം. ഒന്ന് വിളിച്ചു പറയണം കിഴക്കേടത്തേക്ക് പുതിയ കാര്യസ്ഥൻ വരുന്നുണ്ടെന്ന്.
പെങ്ങളെ ദേവി ഡി, ഇത് ഞാനാ. ഏട്ടൻ നീ ആ പുറകിലത്തെ വാതിൽ തുറക്ക്. ഏട്ടൻ എന്നാ ജയിലിൽ നിന്ന് ഇറങ്ങിയേ? 2-3 ദിവസമായി. ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ലേ? വാ. ആ നാട്ടിൽ അന്വേഷിച്ചപ്പോ അറിഞ്ഞത് നീ പുത്തേഴത്തെ വീട്ടിൽ അടുക്കളപ്പണിക്ക് നിൽക്കേണ്ടെന്ന്. അടുക്കളപ്പണിക്കാരുടെ മുറി എപ്പോഴും അടുക്കളോട് ചേർന്നായിരിക്കുമല്ലോ, അതുകൊണ്ട് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടായില്ല. എന്നൊരു വേലക്കാരിയായിട്ടല്ല, സ്വന്തം മകളെ പോലെ ഇവിടെ എല്ലാരും കാണുന്നേ. നന്നായി. ഏട്ടനൊരു കള്ളനാണെന്നറിഞ്ഞ നല്ലൊരു മോഷണം ഒത്തുവന്നാ അന്ന് ഈ പണി ഞാൻ നിർത്തും. നിന്റെയും കൂടി കല്യാണം, അതാണ് എന്റെ സ്വപ്നം. എന്നാൽ ഇറങ്ങട്ടെ മകളെ. രാത്രിയിലൊരു വീട്ടിൽ കയറിയിട്ട് വെറും കൈയോടെ മടങ്ങിപ്പോന്ന് ആദ്യമായിട്ടാ. ഇവിടെ കക്കാനൊന്നില്ലേ? പേച്ചറമ്മാവൻ ഇവിടുത്തെ മുത്തശ്ശന്റെ അനിയനാ. കണ്ണിന് പരിക്കുപറ്റിയപ്പോഴേ പട്ടാളത്തുനിന്ന് പറഞ്ഞു വിട്ടു. അപ്പൊ കാഴ്ചയില്ലേ? കുറേശ്ശെ കാണാം. നിക്കടാ അവിടെ. ആരാടാ നീ? മാധവനായിരുന്നോ? ഞാൻ വിചാരിച്ചു വല്ല കള്ളന്മാരുമായിരിക്കുമെന്ന്. നിനക്ക് എന്താണ് രാത്രി ഉറക്കമൊന്നുമില്ലേ? ഞാൻ സാധാരണ രാത്രി ഉറങ്ങാറില്ല. നിന്റെ ശബ്ദത്തിന് എന്താ ഒരു പരപരപ്പ്? സമയദോഷം, ജലദോഷം. ആ തണുത്തൊന്നും കഴിക്കണ്ട കേട്ടോ. നീ വാ. നീ കാർഗിൽ യുദ്ധത്തെ പറ്റി കേട്ടിട്ടില്ല? ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെ വിഗ്രഹമോഷണത്തെ കുറിച്ച് കേട്ടിട്ടുണ്ട്. നീ ഏറ്റുമാനൂർ ക്ഷേത്രത്തെ പറ്റി പറഞ്ഞപ്പോൾ സുവർണ ക്ഷേത്രത്തെ പറ്റി ഞാൻ ഓർത്തു പോവുകയാണ്. ബിന്ദുന്മാരാ ഗ്രൂപ്പ് അപ്പുറത്തും 21 ബറ്റാലിയനുമായി ഞാൻ ഇപ്പുറത്തും. പിന്നെ അങ്ങോട്ട് വെടിയോ വെടി. എന്തൊരു തണുപ്പ്. ആടെങ്കിൽ ആട്. ആടെന്താ പൊസിഷൻ എടുക്കണത്? പനി പിടിച്ച് കാണും. ആരാ? ഞാൻ ഇവിടുത്തെ കാര്യസ്ഥനാ, കാര്യസ്ഥ കുമാരൻ. കള്ളൻ കള്ളൻ കള്ളൻ, ഓടുവാ കള്ളൻ. ഞാൻ കള്ളം തന്നെയാ, പക്ഷെ വീട് മാറി കയറിയതാ. ഓ, കിഴക്കേടത്ത് കക്കാൻ വന്നതാണോ? അതെ. ശത്രു കുടുംബത്തിൽ കക്കാൻ വരുന്നവനെ പ്രോത്സാഹിപ്പിക്കണമെന്നാണ് ഇവിടുത്തെ നിയമം. എന്താ പേര്? കാളിദാസ്. ആ, നല്ല പേര്. ദേ, ഈ മതില് ചാടിയ കിഴക്കേടത്ത. അവിടെ കാര്യമായിട്ടുള്ളത് അറിയോ? പിന്നെ പഞ്ചലോക വിഗ്രഹങ്ങൾ, വെള്ളിപ്പാത്രങ്ങൾ, പെട്ടി നിറയെ പൂത്ത കാശ്, സ്വർണ്ണാഭരണങ്ങൾ. മതി മതി, ഇനിയും കേൾക്കാനുള്ള മുസ്ലിം പവർ ഇദ്ദേഹത്തിനില്ല. അയ്യോ, ഒന്ന് കുഞ്ഞു തരൂ. എന്തിനാ? അല്ല, ഈ മധുരന്ന് ചാടാ. ഇതൊന്ന് വിരിക്കട്ടെ കേട്ടോ. ശ്വാസം പിടിച്ചോട്ടാ. കള്ളനാണെങ്കിലും ഒരു കുള്ളന്റെ ഭാരം. ഈ മുതുകൊണ്ടുള്ള സഹായം ഞാൻ ഒരിക്കലും മറക്കില്ല. ഈ മുടിഞ്ഞ ഭാരവും ഞാൻ മറക്കില്ല. പിടിച്ചേനെ, കുഴപ്പമില്ല. ഈ പാലക്കാട് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതിലേ പോയാ മതിയാ. നിനക്ക് ഞാൻ പാലക്കാട് റെയിൽവേ സ്റ്റേഷൻ കാണിച്ചു. ആരാ ശബരി? ഒരു കള്ളനെ പിടിച്ചതാ. ഞാൻ വരുമ്പോ യവൻ ഇവിടെ കിടന്ന് പരുങ്ങുന്നു. ഞാൻ അപ്പുറത്തെ വീട്ടില് ഉത്തേഴത്തെയോ പേരിവിടെ വേണ്ടി പോലും. നിർത്ത, അവനെ തല്ലാതെ. നീ അയ്യപ്പൻ പറഞ്ഞിട്ട് വന്നതാണോ? ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ലെങ്കിൽ അതെ, അല്ലെങ്കിൽ അല്ല. ശബരി, ഒരു പുതിയ കാര്യസ്ഥനെ അയക്കുന്ന കാര്യം അയ്യപ്പൻ പറഞ്ഞിരുന്നു. പാവം, ഇവനെ ആ മുറി കാണിച്ചു കൊടുക്ക്. കൂടച്ചല്ലേ. ഒരു കോയമ്പത്തൂര്. ഒന്നല്ല 2 ടിക്കറ്റ്. നീ എപ്പ കേറി? നീ കേറി അതേ ബസ് സ്റ്റോപ്പിൽ നിന്ന്. അണ്ണാ ഒരു നിമിഷം. നീ ഇതെങ്ങോട്ടാ? നീ എങ്ങോട്ടാണോ അങ്ങോട്ടാണ് ഞാനും. എടാ, പിറന്നത് 2 ഗർഭപാത്രത്തിലാണെങ്കിലും വളർന്നത് നിന്റെ പാത്രത്തെ കൈയിട്ട് വാരിയിട്ടാ. ഞാൻ ചിലവാക്കുന്ന കാശുകൾ മുഴുവൻ നിന്റെ ഔദാര്യ. എനിക്ക് തല ചായ്ക്കാൻ ഒരു ഇടം തന്നത് നിന്റെ നല്ല മനസ്സുകൊണ്ടാ. ദാ, ഇത് കണ്ടോ, ഈ ജട്ടി പോലും ഞാൻ നിന്റെ നടിച്ചു മാറ്റിയതാ. എന്നിട്ടും നീ എന്നെ നന്ദി വേണോടാ, നന്ദി. ഞാൻ ഉണ്ട് നിന്റെ കൂടെ. എടാ, ഞാനൊരു ലക്ഷ്യത്തിനാ പോണത്. നിന്റെ ഒടുക്കത്തെ കള്ളൂടിയും വൃത്തിയുടെ സംസാരമൊന്നും അവിടെ പറ്റില്ല. എടാ കുട്ട, ഞാൻ കുടി നിർത്തി. അതോടെ എന്റെ വൃത്തികെട്ട സംസാരം ഈ നാക്കിന്ന് പോയി. ഇനി ഏത് പരമ നാറിയുടെ വീട്ടിൽ വേണോ എന്നെ ധൈര്യമായിട്ട് കൊണ്ടുപോവാ. ഒരു തെണ്ടി ഞാൻ ഡീസന്റ് അല്ല എന്ന് പറയില്ല. സത്യം. ഇങ്ങോട്ട് പോവല്ലേ?
പറഞ്ഞിട്ട് തിരിഞ്ഞൂടാ ഒന്ന് അങ്ങോട്ട് പോടാ വയറ്റുവാനുള്ളതായിരുന്നു. ഇറങ്ങങ്ങട് 100 ബാക്കി വെച്ചോളൂ. ബാക്കി വെക്കാനൊന്നുമില്ല, 10 രൂപ കൂടി തരണം, അല്ലെങ്കിൽ തന്നെ ബാക്കി വെച്ചേക്കില്ല. ഇതിലേതാണോ കിഴക്കെടുത്ത് വീട്? കിഴക്ക് കണ്ടുപിടിക്കാൻ ഈസി അല്ലേ? പടിഞ്ഞാറേതാ? എന്തിനാ അത്? കിഴക്കിനോട് ചേർന്നല്ലേ പടിഞ്ഞാറ്? എടാ പൊട്ട, കിഴക്കിനെതിരല്ലേ പടിഞ്ഞാറ്? ഈശ്വര, അതിനിടയ്ക്ക് എതിരുമായ അവർ ഉടക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു. ചുമ്മാ കണ്ടുപിടിക്കാനിപ്പോ സൂര്യൻ നേരെ ഭൂമി. നീ എന്താ കളം വരച്ച് ജയം കളിക്കുക? കിഴക്ക് നോക്കി യന്ത്രം. എടാ കിഴക്കേടത്ത് കണ്ടുപിടിക്കാൻ കാലം കവച്ച് വെച്ച് ജയം കളിക്കേണ്ട കാര്യമല്ല, അവിടെ ചെന്ന് ചോദിച്ചാ പോരെ. എന്നാ നീ പോയി ചോദിക്കടാ. എന്നവിടെ നിക്ക്, ഇപ്പൊ ശരിയാക്കി തരാം. കൊച്ചി ഇത് തന്നെ. കിഴക്കെടുത്ത് യുവമാർക്കൊക്കെ ഇത് തുറന്നു വിട്ടു. ഏതാ ഈ മാംസപിണ്ഡം? ചേട്ടാ, ഈ കിഴക്കേടത്ത് ഇവിടെ വന്നിട്ട് കിഴക്കെടുത്തു. എന്താ ഒരു പടക്കം പൊട്ടിയ ശബ്ദം? പടക്കം പൊട്ടിയതല്ല, എന്റെ കരണം പൊട്ടിയ ശബ്ദ. അമ്മാതിരി മൂളലും കേൾക്കുന്നുണ്ട്. നീ ആരാ? ഞാൻ കിഴക്കേടത്ത് അന്വേഷിച്ചു വന്നതാ. ഓഹോ, ഇങ്ങ് വന്നേ. നോക്കിക്കോ, ഞാൻ ഈ സാറിനോട് എല്ലാം പറഞ്ഞു കൊടുക്കും. എന്താ? ഏത് കരടത്താ കിട്ടിയത്? ദേ ഇവിടെ, ഇവിടെ. മാധവാ, വിജയ, ഓടി വാടാ. അതിർത്തി മാറി കയറിയ ഒരു ശത്രുവിനെ കിട്ടിയിട്ടുണ്ട്. വേണമെങ്കിൽ അടിച്ചു പഠിച്ചോ. അടിച്ചു പഠിക്കാൻ ഞാൻ സ്കൂളല്ല കളറാ. ഇനി അടിക്കരുത്. എന്താ കിഴക്കേടത്തെന്ന് പറഞ്ഞ ഇവിടെ മുട്ടൽ തെറിയാടാ. ഏതാണ്ട് അമ്മയ്ക്ക് വിളിക്കുന്ന പോലെ. അതെന്താ? ഇവിടെ കിഴക്കേടത്തെന്ന് പറഞ്ഞപ്പോ മുതലേ എനിക്ക് പൊരിഞ്ഞ അടിയാടാ. ആണോ? അങ്ങനെയാണെങ്കിൽ ഇത് പുത്തെഴുത്ത്, ഇത് കിഴക്കെടുത്ത്. അയ്യോ, എന്റെ കുട്ട എവിടുന്നൊക്കെ അടി വരുന്നു, ഓടിക്കോടാ. അവൻ വീണ്ടും വന്നു. അടി തുടങ്ങിക്കോ. ഓടാ, അമ്മയും പെങ്ങളെ തിരിച്ചറിഞ്ഞൂടാത്തോമാരെ. എടാ, ദാണ്ടടാ കള്ളൻ. അവൻ തന്നെ വിഗ്രഹം അടിച്ചോണ്ട് രക്ഷപ്പെടാൻ നോക്ക. ഇതെന്നെ ചാക്കി കയറ്റിയോമാരല്ലേ? വീണ്ടും എന്നെ പൊക്കാൻ വന്നേക്കണതാണ്. അവനെ കൈയോടെ പിടിച്ചു കൊടുത്താൽ ഇവിടെ നമുക്ക് നല്ല വില കിട്ടും. തുറക്കാനും പറ്റുന്നില്ല. എടാ വാക്കത്തെടുത്ത് വീശടാ. എടാ വീശല്ല, ഇവന്റെ നേരെ വീശ്. കുറച്ചുകൂടി സ്പീഡിൽ വീശടാ. എടാ പട്ടി, വീശാൻ എന്ന് പറഞ്ഞത് ഇവന് വെട്ടാനാണ്. തെളിച്ച് പറയണ്ട. എന്നെ കൊല്ലരുത്. ഞാൻ ഈ വിഗ്രഹം വെച്ച് കീഴടങ്ങി. ഞാനൊരു തെറ്റ് ചെയ്തു. എന്റെ സന്തോഷത്തിന് ഇതിരിക്കട്ടെ. ഞാൻ എന്തൊരു നീചനാണ്. പാവോടാ, അവൻ ചോദിച്ചോടനെ തന്ന് അവനിങ്ങനെ പേടിപ്പിക്കണ്ടായിരുന്നു. എടാ ഇത് പഞ്ചലോക വിഗ്രഹമാണ്. ഇവനെന്താ വാതിലടച്ചിട്ടിട്ട് ഇവന്റെ പേര് സ്വയം പൊക്കി പറയണേ? മുത്തശ്ശൻ ക്രിസ്മസ് പപ്പായ പോലുണ്ട്. രണ്ട് അന്തർ സംസ്ഥാന വിഗ്രഹ മോഷ്ടാക്കളെ ഞാൻ ഐതിഹാസികമായി കീഴ്പ്പെടുത്തി ഈ മുറിയിൽ പൂട്ടിയിട്ടുണ്ട്. മോഷ്ടാക്കളോ? വരൂ, അങ്ങനെ കൺകുറുക്കെ കാണൂ. ഇതാ തൊണ്ടിയുമായി തെണ്ടികൾ നിൽക്കുന്നത്. കണ്ടാൽ മാന്യന്മാരാണ് തോന്നുന്നു. കയ്യിലിരിപ്പ് മോഷണം. അയ്യോ, ഞങ്ങൾ കള്ളന്മാരല്ല. പിന്നെ ഈ വിഗ്രഹം നിന്റെ കയ്യിൽ എങ്ങനെ വന്നു? അത് പിന്നെ ഈയമല്ല, പഞ്ചലോഹം. നിനക്കറിയോ, ഏതെങ്കിലും വിദേശ രാജ്യത്തേക്ക് കയറ്റി അയച്ചാൽ 1.5 കോടിയാ വില. വെക്കണവിടെ. രവി, ശബരി വിളിക്കണം. ഇവന്മാരെ കൈയോടെ പോലീസിൽ ഏൽപ്പിക്കണം. പോലീസാ? വെരി ഗുഡ്, അതാ നല്ലത്. കുറച്ചു കാലം അകത്ത് കിടക്കട്ടെ. വേണ്ട, ചെറുപ്പക്കാരല്ലേ, ഈ 2 കൊടുത്ത് പുറത്തേക്ക് വിട്ടേക്ക്. നീ ആരാന്നുള്ള സത്യം പറഞ്ഞേക്ക്, ഇല്ലെങ്കിൽ ഇടിയുള്ളേണ്ടി വരും. ഞാൻ ആരാന്നുള്ള സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ തല പോവും. എങ്കിൽ യുവമാരെ തല നമ്മുടെ പണിക്കാരൊക്കെ ഏർപ്പാടാക്കട്ടെ. വിളിച്ചടിച്ച് നിരത്തടാ. നീ എന്താ കാണിക്കുന്ന? ആൾക്കാര് കണ്ട തെറ്റിദ്ധരിക്കുന്ന എഴുക്കട. പടിയടച്ച് ആനപ്പെട്ട വെക്കുന്നു. പണിക്ക് വന്ന 2 നിഷ്കളങ്കരായ തൊഴിലാളികളാണ് നിങ്ങൾ നിഷ്കരണം ചവിട്ടി പുറത്താക്കിയത്. കള്ളന്മാരെന്ന് ആരോപിച്ചു. വടക്കാണല്ല, നീ നുള്ളിയത് ചെവിയാടാ. ഇവന്റെ ചെവി. ഇവൻ ആരാണെന്ന് നിനക്കറിയില്ല. ഇവൻ ചെറ്റയാടാ. വെരട്ടിപ്പറ ചെറ്റയാടാ. ഇരിക്കട്ടെ ഒരു വെയിറ്റിന്. ഞങ്ങൾ ആരാണെന്ന് ഒറ്റണത്തിനും അറിയില്ല. അട്ടക്കണ്ടേ ഇറങ്ങി വാടാ. വക്കീൽ സാറേ, കുഞ്ഞനും കുത്തണ്ട.
എടാ തിരുമാലി, എന്തെങ്കിലും നീ തറവാട് വിട്ട് പുറത്തു വരും, അന്ന് ഞങ്ങൾ തരും പലിശ മുതലേം ചേർത്ത്. എന്താടാ വിളിച്ചു കൂവുന്നേ? രണ്ട് ചുണക്കുട്ടികൾ കിഴക്കേടുത്ത് കയറി തെറി കൊണ്ട് അഭിഷേകം നടത്തുന്നു. നല്ല വെറൈറ്റി തെറികൾ. വാ ഇനി നീ ആണോ ഇറങ്ങി വാടാ. സ്വന്തം തന്തയാരെന്ന് അറിയില്ലെങ്കിലും നിന്റെ കാടി ഇവന് പുല്ലടാ പുല്ല്. എനിക്ക് അച്ഛനുണ്ട്, ഏതോ മുത്തുച്ചാമിയാണെന്ന് തോന്നണ. ചുമ്മാ ഇപ്പോഴത്തെ കാലത്ത് ബാസ്റ്റേഡ് എന്ന് പറഞ്ഞാൽ ഒരു വെയിറ്റ് ആണ്. അതേടാ, ഞാൻ ബാസ്റ്റേഡാടാ പട്ടി. ധൈര്യം ഉണ്ടെങ്കിൽ ഇറങ്ങി വാടാ പട്ടി തിണ്ടി റാസ്കൽ. വെരി ഗുഡ്. നല്ല ഫോറിൻ തെറി. എറിഞ്ഞ് കൊല്ലടാ തെണ്ടിയെ. എടുത്തിട്ടോട്ടാ കിട്ടി. കിഴക്കേടത്തെ ശത്രുക്കൾ, പുത്തേഴത്തെ മിത്രങ്ങൾ. അവന്മാരേക്ക് വിളി. നിനക്ക് കൂടി പങ്കെടുത്തൂടെ? അവൻ ഇവിടുന്ന് ഓടിപ്പോ. അങ്ങോട്ട് വരാൻ അങ്ങോട്ട് പുത്തേഴത്തേക്ക്. എടാ, നേരത്തെ അടിയുടെ ബാലൻസേരനാണ്, പോകരുത്. നീ പോടാ. എടാ എന്റെ ലക്ഷ്യത്തിലെത്ത പുത്തെഴുത്ത് നീ വാ. ഞാൻ വന്നില്ലെന്ന് വാടാ. എടാ, ഞാൻ നേരത്തെ വന്ന് ഇടിയോണ്ട ആളാണെന്ന് പറയണ്ട. മുണ്ടില്ലാത്തതുകൊണ്ട് അവർക്ക് മനസ്സിലാവില്ല. എന്താ കിഴക്കേടത്തുകാരുമായിട്ട് ഒരു പ്രശ്നം? കിഴക്കെടുത്തുകാരുടെ വിളച്ചിലൊന്നും ഞങ്ങളുടെ അടുത്ത് വേണ്ട. ഞങ്ങള് വെട്ടുന്ന തുണ്ട രണ്ട് പാർട്ടീസാ. അതെ, ഞങ്ങൾ ഇറച്ചി വിട്ടുകാരാ. പണി ചോദിച്ചപ്പോ ഞങ്ങൾക്കിട്ട് പണി തന്നിരിക്കണം കണ്ടില്ലേ? അതെ, ഇടഞ്ഞ ഞാൻ കൊല കൊമ്പനാ, കൊല കൊമ്പൻ. ഇടഞ്ഞില്ലെങ്കിലോ? കൊല ഇല്ലാത്ത കൊമ്പൻ. എന്താ പേര്? ഉണ്ണി. ഊന്നുവടിയോ? ഊന്നുവടിയല്ല. എന്താണ് നിന്റെ പേര്? ഉണ്ണി. എന്റെ പേര് വടിവേലു. പക്ഷെ ഇവൻ എന്നെ പൊട്ടാന്ന് വിളിക്കും. ഇവൻ എന്നെ കുട്ടാന്ന്. ഒരു പൊട്ടാ കുട്ടാ ബന്ധമാണ് ഞങ്ങൾ തമ്മിലുള്ളത്. അതെ. അല്ല, ഇവിടെ എന്തെങ്കിലും ഒരു പണി തന്നിരുന്നെങ്കിലേ. പണി ഇപ്പോ നമുക്ക് കിട്ടിയ നിധികളാണ് ഇവര്. ഇവന്മാർക്ക് എന്ത് പണിയാ കൊടുക്കുക? രാവിലെ 8 മുതൽ വൈകിട്ട് 5 മണി വരെ അവിടെ നിന്ന് കിഴക്കേടത്തേരെ നോക്കി തെറി പറയട്ടെ. അതെ, തെറി പറയുന്നത് ഒരു പണിയാണോ? നിനക്ക് എന്തൊക്കെ ജോലി അറിയാം? ഒരു കാര്യസ്ഥന്റെ പണിയൊക്കെ അറിയാം. ഞാൻ ഇവിടെ ഉള്ളപ്പോ വേറൊരു കാര്യസ്ഥന്റെ ആവശ്യമില്ല. അയ്യോ, എന്നെ ഉപേക്ഷിക്കരുതേ. തന്നെ ആരെങ്കിലും ഇവിടെ കല്യാണം കഴിച്ചാ? ചുമ്മാ ഇരിയേട്ടാ. അതെ, എനിക്ക് ഡ്രൈവിംഗ് അറിയാം, പിന്നെ അത്യാവശ്യം പ്ലംബിംഗ് വർക്കും ഇലക്ട്രിക്കൽ വർക്കൊക്കെ അറിയാം. വിടേണ്ട സാർ, ഇവനാളൊരു സകല കളകല. എന്തുവാടാ അത്? വല്ലഭൻ. അപ്പൊ നീയോ? ഞാനും ഏതാണ്ട് ഇതിന്റെ കൂടെ അടുത്തായിട്ട് വരും. മദ്യപിക്കോ? കൊള്ള 2 ഗ്ലാസ് അച്ചാർ കൂടെ. കൊള്ളും കൊള്ളും. മദ്യ ഇതുവരെ ഞങ്ങൾ നോക്കൊണ്ട് പോലും തൊട്ടിട്ടില്ല. പിന്നെ അച്ചാറും ഗ്ലാസും ചോദിച്ചെന്തിനാ? അത് പരീക്ഷിച്ചതാ. ഈ വീട്ടിലാരെങ്കിലും മദ്യപിക്കുന്നുണ്ടെന്ന് അറിയാൻ പരീക്ഷിച്ചതാ. അങ്ങനെ മദ്യപിക്കുന്നവരുണ്ടെങ്കിൽ ഞങ്ങൾ ഈ നിമിഷം ഇവിടെ നടക്കും. മിടുക്കന്മാർ. എന്റെ 30 വർഷത്തെ മിലിറ്ററി സർവീസിനിടയിൽ ഞാൻ മദ്യം രുചിച്ചു പോലും നോക്കിയിട്ടില്ല. ഈ മദ്യപാനികളെ എനിക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാ. വെള്ളം എടുത്തോ. വെള്ളം ഇവിടെയുണ്ട്. കുടിക്ക്. നല്ല രുചി. എന്താ ഇത്? ഇത് വെള്ളക്കഷായ. ആയുർവേദ വിഭവങ്ങൾ ചേർത്ത് ഞാൻ ഉണ്ടാക്കിയ പാനീയം. വയറിന് അത്യുത്തമം. വെരി ഗുഡ്, വെരി ഗുഡ്. ഞാൻ കുറെ കാലമായിട്ട് പറയുന്നു ഇവിടുത്തെ ആ മരങ്ങോടൻ കാര്യസ്ഥനെ പറഞ്ഞു വിടാൻ. ഇപ്പൊ വന്നവനെ കാര്യസ്ഥനാക്കി ആ തെണ്ടി കുമാരനെ പിടിച്ച് പണിക്ക് പുറത്തു തള്ളു. എന്താ മാധവ ഒന്നും മിണ്ടാത്തത്? ഞാൻ മാധവനല്ല, കുമാരനാ. എന്നാ മാധവനോട് പറയാം. പറയും. ദൈവമേ, ഒരു വണ്ടി പ്രേതങ്ങളോ? അല്ല, പെമ്പിള്ളേഴ്സ്. എവിടുന്ന് വരുന്നോ കുറ്റിയും പറിച്ചുകൊണ്ട്? മതില് ചാടിയതാ ഭ്രാന്താശുപത്രിന്ന്. ഭ്രാന്താശുപത്രിന്നോ? എടാ പൊട്ടാ, താൻ ആരാ? ഇത് കണ്ടോ, ഞാൻ ഇവിടുത്തെ പുതിയ വാച്ച്മാൻ ആണ്. ഓഹോ. അതെ, എനിക്കിന്ന് നൈറ്റ് ഡ്യൂട്ടിയാണ്. സ്വസ്ഥമായിട്ടൊന്ന് ഉറങ്ങണം. മര്യാദയ്ക്ക് അങ്ങാട്ടാ വാ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്റെ തനി രൂപം കാണേണ്ടി വരും. ആഹാ, എങ്കിൽ ഇയാളുടെ തനി രൂപം ഞങ്ങളൊന്ന് കാണട്ടെ. എടാ കുട്ടാ, കുറെ പെണ്ണുങ്ങൾ ഗേറ്റ് ചാടി എന്നെ ബലാത്സംഗം ചെയ്യാൻ വരണ്ട. ഇതേതാടി ഉജാലമുഖ്യ പോലെ ലൈറ്റ്. ഭ്രാന്താശുപത്രിയിൽ ചാടി വന്നവരാണ്. ആരാ നിങ്ങളൊക്കെ? ആദ്യം താൻ ആരാണെന്ന് പറ. ഞാൻ ഇവിടുത്തെ കാര്യസ്ഥനാ. നിങ്ങക്ക് എന്താ വേണ്ടത്? അതെന്തിനാ താൻ അറിയുന്നേ? പൊന്നുമോൻ ഗേറ്റ് തുറക്ക്. നിങ്ങൾ ആരാ, എന്താ, എവിടുന്നൊക്കെ അറിയാണ്ട് എങ്ങനെ ഗേറ്റ് തുറക്ക? എന്റെ പൊന്നുമോളെ. എടോ, ഇവിടെ ഈ തറവാട്ടിലെയാ? ആണോ? പക്ഷെ തറവാട്ടി പറഞ്ഞ കോലൊന്നും കണ്ടാ തോന്നൂല്ലോ. എന്താ അവിടെ ഒരു ബഹളം? മേജർ അങ്കിൾ, ഇത് ഞാനാ, ശ്രീബാല. ഏതോ ബാലക്കാരാന്ന്. പരിപാടി ബുക്ക് ചെയ്തോടാ. ആഹാ, ശ്രീബാലയാണോ? കേറി വാ മോളെ. അതിന് ഗേറ്റ് തുറക്കണ്ടേ? അതെന്താ തുറക്കാത്തെ? ഇവരെ തിരിച്ചറിഞ്ഞില്ല. ഇവിടെ വാടാ. പ്രായപൂർത്തിയായ പെൺകുട്ടികളെ ഒരിക്കലും പുറത്ത് നിർത്തരുത്. നിന്റെയൊക്കെ പണി ഞാൻ തെറിപ്പിക്കും. അയ്യോ വേണ്ട, ഇനി പ്രായപൂർത്തിയായ പെണ്ണുങ്ങളെ എവിടെ കണ്ടാലും ഞാൻ വിളിച്ച് വീട്ടിനകത്ത് കയറ്റിക്കോളാം. ഓയ്, ഗേറ്റ് തുറക്കടാ. ഇതിൽ പ്രായപൂർത്തിയാവാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് മാറിയെന്നോളെ. ഒന്ന്
ടച്ച് ചെയ്യരുത്, എനിക്ക് കോടതി കയറാൻ വയ്യ. ഇത്രയും പേർക്ക് അകത്ത് കിടക്കാൻ സ്ഥലമില്ലെങ്കിൽ 1-2 നമ്മുടെ റൂമിൽ കിടത്താം. വേണ്ട. വേണ്ടേ? അവർക്ക് ചിലപ്പോ ഒരു സന്തോഷാവും അത്. എവിടുന്ന് കിട്ടിയവന്മാരെ? കുട്ടി ക്ഷമിക്കണം, ഞങ്ങൾ ആളറിയാതെ. ഒരു കാര്യസ്ഥൻ ആദ്യം തിരിച്ചറിയുന്നത് തറവാട്ടിലെ ആൾക്കാരെയാ. അതെ, ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഈ കുട്ടികൾ ഈ വീട്ടിലെ 2 രത്നങ്ങളാണ്. കല്യാണം കഴിക്കാത്ത എന്റെ കോടിക്കണക്കിനുള്ള സ്വത്തിന്റെ അവകാശികളും ഇവരാണ്. നിങ്ങൾ ഇവരെ പൊന്നു പോലെ നോക്കണം. എന്റെ ഫുൾ നോട്ടം ഇനി ഇങ്ങോട്ടായിരിക്കും. ഊറി ഊറി വരുന്നു. ഞാൻ നിന്നോട് പലവട്ടം പറഞ്ഞിട്ടില്ലേ വൃത്തിയായിട്ട പണി ഇവിടെ ചെയ്യരുതെന്ന്. വൃത്തികെട്ട പണിയാ? എടാ, ഇത് വളരെ വൃത്തിയോടും ശ്രദ്ധയോടും കൂടി ചെയ്യേണ്ട പണിയാ. ഇത് വൃത്തികെട്ട പണി, അത് മാത്രം പറയരുത്. ഇതെനിക്ക് വേണ്ടി മാത്രമല്ല, നാളെ മുതൽ ആ പൊട്ടക്കണ്ണം പട്ടാളക്കാരൻ ഇങ്ങനെ ചോദിച്ചോണ്ട് പിറകെ വരും. ഇല്ലെങ്കിൽ വരുത്തും ചാത്തന്മാർ. എന്താണത്? ബാറ്ററി ചാർജ് കിട്ടാൻ, വല്ലി അടിച്ച് പാമ്പായി ഇങ്ങനെ എഴയാൻ. മദ്യത്തിനെതിരായി സംസാരിക്കുന്ന ആ പട്ടാളക്കാരനെ നാളെ മുതൽ ഇത് അടുപ്പിച്ചടുപ്പിച്ച് ഞാൻ പാമ്പാക്കും. കുറച്ച് പാറ്റയുടെയും കൂടെ കുറവുണ്ട്. അത് നീ എന്റെ കഞ്ഞിയിൽ ഇട്ടോണ്ടിരിക്കല്ലേ? എടാ ഞാൻ എടാ കുട്ട, നീ ഉറങ്ങാൻ പോവാണോ? അല്ല, തലകുത്തിക്കാൻ പോവാ. കിടന്നുണ്ടോ? ആ, പുതിയ രീതിയാ. എടാ കുട്ട. എന്തടാ പൊട്ട? എടാ, ആദ്യം ഉടക്ക, പിന്നെ പ്രണയം. ഈ രജനീകാന്ത് പടങ്ങളുടെ രീതി വെച്ച് ഇളയ കാന്താരി നിനക്ക് വിടുമെന്ന് ഉറപ്പാ. കല്യാണം മുടങ്ങി നിൽക്കുന്ന ആ മൂത്ത കാന്താരിയെ എനിക്ക് വീഴ്ത്തണം. അതിനെന്താടാ ഒരു വഴി? നടക്കുമ്പോ ഇടങ്കാലിട്ട് വീഴ്ത്തിയാ മതി, അല്ലെങ്കിൽ പഴുത്തുലിട് നടുനെല്ലി വീണോളൂ. നീ വിഷയത്തിൽ നിന്ന് വെറുതെ വഴുതി മാറില്ലേ? അവളെ ഞാൻ എന്റെ സ്വപ്നത്തിലേക്ക് കൊണ്ടുവരട്ടെ. കുട്ടാ, അവള് വരുന്നുണ്ടടാ, ഭ്രാന്തളയ വിത്ത് കളയ പോലെ. ഓടിക്കള്ളി. ഇതെന്താടാ പെണ്ണുങ്ങളുടെ ഒരു ബഹളം? മൊത്തത്തിൽ കഴുക്കോലും വിളിച്ചു വരികയാണോ? സൂപ്പർ സൂപ്പർ. ഇതൊരു കലക്കും. ഇതോ എന്താടോ ഉറങ്ങിയില്ലേ? അല്ല, കാളരാഗം കേട്ടിട്ട് ഇവന് ഉറക്കം വരുന്നില്ല. കാളരാഗോ? ഇവനാരടാ? ഞങ്ങൾ വടിവേലുക്കൾ. നാളെ ശ്രീബാല കോളേജിൽ കയ്യടി വാങ്ങിക്കാൻ പോകുന്ന പാട്ടാ ഇത്. കഴുതയ്ക്കും കച്ചേരിക്കും തമ്മിൽ എന്താ ബന്ധം? ഈ കഴുത എന്ന് ഉദ്ദേശിച്ചത് തന്നെയാണോ? ഒരു കഴുതയ്ക്ക് കാര്യം മനസ്സിലായി. സംഗീതത്തെ കുറിച്ച് എനിക്ക് അങ്ങനെ വലിയ വിവരമൊന്നുമില്ല. എന്നാലും ചോദിക്കാ, ഇതൊക്കെ കോളേജിലേക്കോ? അടിച്ചേൽപ്പിക്കണം. വേണ്ടേ? എനിക്കെന്നെ തോന്നണില്ല. വരികൾ കൊള്ളാം, നല്ല കവിത. പക്ഷേ എന്ത് പക്ഷേ? അല്ല, ഈ ക്ലാസിക്കൽ സോങ് അവതരിപ്പിക്കാൻ എന്തിനാ വെസ്റ്റേൺ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ? അത് വേറൊരു പ്രോഗ്രാമിനാ. അതേതായാലും നന്നായി. ഈ ക്ലാസിക്കലിന്റെ കൂടെ കുറച്ച് വെസ്റ്റേൺ കൂടി മിക്സ് ചെയ്താ കോളേജിലെ കുട്ടികളെ കയ്യിലെടുക്കാൻ എളുപ്പാ. ക്ലാസിക്കലിൽ വെസ്റ്റേൺ മിക്സ് ചെയ്യാനോ? അതെ, പിന്നെ ശുദ്ധമായ റം പാൽപായസത്തിൽ പോലും മിക്സ് ചെയ്യാം. ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഞാൻ ഒരു ആവശ്യത്തിന് പറഞ്ഞാണ്, എന്റെ കയ്യിൽ റമ്മേ ഉള്ളൂ, പാൽപായസം ഇല്ല. വേണ്ട. Krishna, Hare Krishna, Krishna, Gubangana, Manivarna, Krishna. നീ എന്നെ മറന്നോ, എന്റെ സ്നേഹം മറന്നോ, കണ്ണാ എൻ കാർവർണ്ണ. ഞാൻ നിന്നോടെ കുടലിൽ ഗാനപ്പാൽ കടലായി താനേ വിണലിഞ്ഞതല്ലേ. ധീരസമീരെ യമുനാ തീരെ വസതി വനേ വനമാലി കൃഷ്ണ. ഗോപി ദീന പയോധര മർദ്ദന ചഞ്ചല കരയുഗശാലി കൃഷ്ണ. നീ ഇന്നെന്നെ മറന്നോ, എന്റെ സ്നേഹം മറന്നോ, കണ്ണാ എൻ കാർവർണ്ണ.
ഇതാണ് യഥാർത്ഥ കാളരാഗം. ഇത് സംഗീതത്തെ അപമാനിക്കലാണ്. കോളേജിന്റെ പടിവാതിൽ കണ്ടിട്ടില്ലാത്തവൻ എങ്ങനെയാ കോളേജിന്റെ ട്രെൻഡ് അറിയുന്നത്? കാര്യസ്ഥൻ സംഗീതത്തിൽ ഇടപെടണ്ട. ഇയാളെ പോയട്ടെ. ഇതാ സത്താർ അല്ല ഗിറ്റാർ. പ്രോഗ്രാം നന്നാക്കണം. ഓൾ ദി ബെസ്റ്റ്. അവന്മാരെവിടെ? ഓ വന്നേ. ഇവിടെ ഉണ്ട്. നീ ഇവരുടെ കൂടെ കോളേജ് വരെ പോണം. സാധനങ്ങളൊക്കെ എടുക്കാൻ സഹായിക്കണം. മറ്റേ കൊന്തനെ കൂടെ കൂട്ടിക്കോ. ഇവന്മാര് വേണ്ട. വേണം. വന്നേ. കോളേജിലെ പ്രോഗ്രാമിന് നിനക്ക് കിട്ടുന്ന കയ്യടി ആ തെണ്ടികളിൽ കൂടെ കൂടി ഒന്ന് കാണട്ടെ. ആയിക്കോട്ടെ. നീ ആരാ? ആ പറഞ്ഞ തെണ്ടികളിൽ ഒരാൾ. ഓ, അവളോട് പറഞ്ഞ രഹസ്യം കേൾക്കാൻ നീ എന്തിനാ ചെവി കൊണ്ട് വന്നത്? എല്ലാരും ഇറങ്ങ വേഗം. ഇതാണ് കോളേജ്. ആണോ? സ്കൂളിൽ പോകാത്ത നിനക്ക് കിട്ടിയ ആദ്യത്തെ അവസരമല്ലേ, ശരിക്കും ആസ്വദിച്ചോളൂ. അതെ, 7ാം ക്ലാസ്സിൽ പഠിപ്പ് നിർത്തിയ നിനക്കും ആസ്വദിക്കാം. ദേ അവൻ ആനന്ദ്. ഇന്ന് ശ്രീബാലയുടെ ഡാൻസ് പ്രോഗ്രാം ഉണ്ടെന്ന് അറിഞ്ഞു. കൺഗ്രാലേഷൻസ്. താങ്ക്സ്. നിന്റെ താങ്ക്സ് വാങ്ങി പോക്കറ്റിലിട്ടാ അത് ദൈവത്തിന് നിരക്കാത്ത ഏർപ്പാടായി പോകും. നിന്റെ പ്രോഗ്രാം കൂവി തോൽപ്പിക്കാനുള്ള റിഹേഴ്സൽ കഴിഞ്ഞ് വരുന്നവരാ ഞങ്ങൾ. ആനന്ദ്, കുടുംബ വൈരാഗ്യം തീർക്കാനുള്ള സ്ഥലമല്ല കോളേജ്. കുത്തെഴുത്തുകാരെ തോൽപ്പിക്കാനുള്ള ഒരു അവസരവും ഞങ്ങൾ കിഴക്കെടുത്തേര് പാഴാക്കില്ല. I'll complain to the principal. നീ കംപ്ലൈന്റ് ചെയ്ത പ്രിൻസിപ്പൽ എന്താടി എന്നെ മൂക്കി വിളിച്ചേറ്റു? അയ്യോ, ഓടി. എന്താ അവിടെ? നത്തിങ് സർ. ശ്രീബാലയുടെ പ്രോഗ്രാമിന് ഒരു കൺഗ്രാറ്റ്സ് പറയായിരുന്നു. ഓക്കെ ഇവിടെ കിടന്ന് ചുറ്റി തിരിയാതെ എല്ലാരും ഓഡിറ്റോറിയത്തിലേക്ക് പോകണം. ഞാൻ വെരി വെരി സ്ട്രിക്റ്റ് ആണെന്ന് അറിയാമല്ലോ. ശരി, എല്ലാരും പിരിഞ്ഞു പോ. തനിക്കെന്താ അവിടെ കാര്യം? വാര്യർ സാറ് വിളിച്ചപ്പോ പോയതാ. എന്തിന്? ആ ബണ്ടിന് സമീപം വാര്യർ സാറ് നീളത്തിലൊരു തോടെടുത്തോട്ടെ എന്ന് ചോദിക്കാൻ പറഞ്ഞു. അയാളുടെ പറമ്പിൽ തോടെടുക്കുന്നതിന് എന്റെ അനുവാദം എന്തിനാ? അതാണ് സാർ മാന്യത. സാറിന്റെ അനുവാദം കൂടാതെ സ്വന്തം പറമ്പിൽ പോലും ഒന്നും ചെയ്യില്ലെന്ന് അദ്ദേഹം പറയുന്നത്. രാശിയാണത്രേ, രാശി. എന്താ വലിയ ഞാൻ പറഞ്ഞോട്ടെ സാർ, സാർ സമ്മതിച്ചു. അതെ, പണിക്കാരെ നമുക്ക് പണി തരാൻ പോവാ. കുടിച്ചാൽ ആദ്യം കിട്ടുന്ന കൃഷ്ണവിഗ്രഹായിരിക്കും. എന്തെങ്കിലും ഒന്ന് പറ. രാഘുവാലം കഴിഞ്ഞോട്ടെ. 1 മണിക്കൂർ 18 മിനിറ്റ് രാഘുവാലം കഴിയാൻ. അതുപോലെ എല്ലാരും ചായ കുടിച്ചിട്ട് വാ. എടാ മണ്ട, രാഘുവാലൊക്കെ എപ്പോഴേ കഴിഞ്ഞു. എവിടുന്ന് കിട്ടി സാർ ഇവനെ? നിങ്ങൾ എല്ലാവരും പണി തുടങ്ങിയ? അല്ലെങ്കിൽ വേണ്ട 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 വേണ്ട, സാറിന്റെ കാര്യസ്ഥ തന്നെ ഉൾക്കാരം ചെയ്യട്ടെ. ഇവിടെ കുഴിക്ക്. കുഴിക്കടോ. വേണ്ട വേണ്ട. എന്താണത്? എന്താണത്? അതെ, കാലിച്ചാക്കി കൊണ്ട ശബ്ദോ. ഒന്നുകൂടി കിട്ടിയ നോട്ടെ. കൃഷ്ണ, തറവാട്ടിലിരുന്ന കൃഷ്ണ വിഗ്രഹമല്ലേ? ഇതിവിടെ എങ്ങനെ എത്തി? തറവാട്ടിലിരുന്ന് ബോറടിച്ചപ്പോ ഇവിടെ വന്ന് കിടന്നായിരിക്കുള്ളൂ. എത്ര ബോറടിച്ചാലും കൃഷ്ണൻ ചാക്കി കയറി വരൂ. ഈശ്വരൻ ചാക്കിലല്ല, പാക്കില് വരെ വരും. എന്താ കേട്ടിട്ടില്ലേ? മണ്ണിലും വെണ്ണിലും തൂണിലും തുരുമ്പിലും ദൈവം ഇരിക്കുന്നു. കരുണാമയനെ കാവൽ വിളക്കായി ഗ്രാവലിരിക്കുന്നു. ഗ്രാവലി ചെമ്മണ്ണ്. എന്ത് കാര്യസ്ഥന സാർ ഇത്? ഇതേതോ കള്ളൻ മോഷ്ടിച്ചുകൊണ്ടൊന്ന് കുഴിച്ചു മൂടിയതാണ്. ഉടനെ പിടിക്കണം. പക്ഷെ നമ്മളുടെ കയ്യിൽ തെളിവില്ലല്ലോ. എല്ലാവരോടും നോക്കി നിൽക്കാതെ വിഗ്രഹം എടുത്താളുടെ തലയിൽ വെച്ച് കൊടുക്കൂ. അയ്യോ, അത് കയ്യിന്ന് പോയി. സൂക്ഷിച്ചെടുക്കൂ. തലയിൽ ഇതൊരു പണിയായി പോയി കൃഷ്ണ. പൊക്കോളൂ, അവന്റെ കൂടെ പൊക്കോളൂ. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കണം. വെട്ടു വെട്ടു. ഏത് തെണ്ടി അവർക്ക് തോട് കീറാനുള്ള ബുദ്ധി ഉപദേശിച്ചെന്നാ മനസ്സിലാവാത്തത്. ഇത്രയും കാലം ബണ്ട് കെട്ടി വെള്ളം തടഞ്ഞതും കേസ് പറഞ്ഞ് ജയിച്ചതും ഒക്കെ വെറുതെയായി. കേട്ടില്ലേ? കിഴക്കേടത്തുകാർക്ക് ലോണും പാസ്സായിന്ന്. കിഴക്കേടത്തെ ശ്രീധരൻ കൃഷി ഇറക്കിയ പിന്നെ നാട്ടിലിറങ്ങി തല പൊക്കി നടക്കാൻ പറ്റില്ല. അതുകൊണ്ട് എന്ത് വില കൊടുത്തും തടയണം. വഴി ഞാൻ കണ്ടിട്ടുണ്ട്. ശ്രീധരന് ഒരു 5-6 മാസം ആശുപത്രി കിടത്താനുള്ള വഴി. എങ്ങനെ? അത് ഏട്ടന് ഞങ്ങൾ ഈ വക്കീലന്മാർക്ക് ക്രിമിനൽസുമായിട്ടുള്ള ബന്ധം അറിയാത്തോണ്ടാ. കിട്ടി മുഴുവൻ കിട്ടി. ശരി.
എന്താ പേര്? ജയശങ്കർ, പുത്തേഴ്ത്ത് ഹൗസ്. എന്തു പറ്റിയടാ? എനിക്കൊന്നും അറിയില്ല. പണം അപകരിക്കാനുള്ള ശ്രമമായിരുന്നു ഈ ആക്രമണത്തിന് പിന്നിലെന്ന് സംശയിക്കാം, അല്ലേ ഡോക്ടർ? ഹേയ്, ശ്രീധരനെ രക്ഷപ്പെടുത്തി തക്ക സമയത്ത് ആശുപത്രിയിൽ എത്തിച്ചാൽ പണം അടങ്ങിയ ബാഗ് കാഷ്വാലിറ്റിയിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. ആരാണ് അയാൾ? പുറത്ത് നിപ്പുണ്ട്. ഹലോ, നീ ആ പുത്തേഴത്തെ കാര്യസ്ഥനല്ലേ? അതെ, പക്ഷേ കിഴക്കെടുത്ത സാറിനെ രക്ഷിച്ചതും ഇവിടെ കൊണ്ടുവന്ന് ബ്ലഡ് കൊടുത്ത് സഹായിച്ചതും ഞാനല്ല. പിന്നെ പുത്തേഴത്തെ ജയശങ്കർ സാറാണ്. അഡ്വക്കേറ്റ് ജയശങ്കർ? അതെ. അയാളെന്തിനാ ശ്രീധരേട്ടനെ? ഒരിക്കല് സഹോദരങ്ങളെപ്പോലെ കഴിഞ്ഞിരുന്ന കുടുംബങ്ങളല്ലേ സാർ. എത്ര ശത്രുത പുറത്തു കാണിച്ചാലും ഉള്ളിൻ്റെ ഉള്ളില് ആ സഹോദര സ്നേഹം കാണാതിരിക്കുമോ? അതുകൊണ്ടാണല്ലോ ബന്ധുക്കൾ എത്തിയതിനു ശേഷമേ ആശുപത്രി വിട്ടു പോകാൻ പാടുള്ളൂ എന്നും പറഞ്ഞ് എന്നെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് പോയത്. സാർ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. പുത്തേഴത്തെ ശങ്കരൻ നായർ സാർ പറഞ്ഞേൽപ്പിച്ചതാ. 2 കുടുംബങ്ങൾ ഒന്നിച്ചിന്ന് പണി കഴിപ്പിച്ച് പ്രതിഷ്ഠ നടത്തിയ ആ ഭഗവതി ക്ഷേത്രം പൂജാതി കർമ്മങ്ങളില്ലാതെ കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. 2 വീട്ടിലും അസ്വസ്ഥതകളും പ്രശ്നങ്ങളും. ഭഗവതിയുടെ കോപാണെന്ന പുത്തേഴത്തെ ശങ്കരൻ നായർ സാർ പ്രശ്നം വെച്ച് പറയാൻ കഴിഞ്ഞത്. വരുന്ന കാർത്തികേടന്ന് വാര്യർ സാറിനോടൊപ്പം ഭഗവതിക്കൊരു സന്ധ്യാദീപം തെളിയിക്കണമെന്ന് അദ്ദേഹത്തിന് താല്പര്യമുണ്ട്. അങ്ങയുടെ മനസ്സിലുണ്ടായിരുന്ന എല്ലാ വിദ്വേഷങ്ങളും മറന്ന് ഭഗവതിയുടെ കാര്യത്തിന് ഒരുമിക്കാമോ എന്ന് അദ്ദേഹം ചോദിച്ചു. മറുപടി ഉടനെ പറയണ്ട, ആലോചിച്ച് തീരുമാനിച്ചിട്ട് മതി. എന്തായാലും അദ്ദേഹം അമ്പലനടയിൽ സാറിന് വേണ്ടി കാത്തിക്കും. വരട്ടെ സാർ. തെങ്ങിന് തടം എടുക്കണ്ട. അപ്പുറത്തെ വീട്ടിലെ വാര്യർ സാറിനെ ഞാൻ വഴിയിൽ വെച്ച് കണ്ടിരുന്നു. വാര്യർ സാറ് നിങ്ങൾ തമ്മിലുണ്ടായ പഴയ സൗഹൃദത്തിന്റെ കഥകള് ഓരോന്നോരോന്നായി പറയുന്ന കേട്ടപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞുപോയി. ഇപ്പോഴും ആ മനസ്സ് നിറയെ സാറിനോടുള്ള സ്നേഹ. വരുന്ന കാർത്തികേടന്ന് ഭഗവതിയുടെ മുമ്പില് ഒരുമിച്ച് നിന്ന് സന്ധ്യാദീപം തെളിയിക്കാൻ വരുമോ എന്നതീം ചോദിക്കാൻ പറഞ്ഞു. ആലോചിച്ച് തീരുമാനിച്ചാൽ മതി. എന്തായാലും അമ്പലനടയിലെ വാര്യസാർ കാത്തേക്കും പഴയ കൂട്ടുകാരന് വേണ്ടി. ഇന്ന് തൃക്കാർത്തികയ. എൻ്റെ ഇതുവരെയുള്ള ശ്രമങ്ങൾ പാഴായില്ലെങ്കിൽ പുത്തേഴത്തെ ശങ്കരൻ നായരും കിഴക്കേടത്തെ കൃഷ്ണവാരും കൂടി കാർത്തിക ദീപം തെളിയിക്കാൻ ഈ അമ്പലമുറ്റത്തെത്തും. ഞാൻ കാരണം പിരിഞ്ഞുപോയ ആ സുഹൃത്തുക്കൾ വീണ്ടും ഒരുമിക്കുന്ന മുഹൂർത്തം നേരിൽ കാണാനുള്ള അവസരം നീ ഉണ്ടാക്കിയെന്നറിഞ്ഞ സന്തോഷത്തോടെ പുറപ്പെട്ടതാ ഞാൻ. അവര് വരാതിരിക്കോടാ. വരാതിരുന്ന ഞാൻ തോറ്റു.